പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്ഷരമുറ്റം ക്വിസിനു വേണ്ടി അക്ഷരമുറ്റം പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളുമാണ്. സ്കൂൾ തലം ആഗസ്റ്റ് 14-നാണ്. ഉപജില്ല ആഗസ്റ്റ് 28, ജില്ല ഒക്ടോബർ 19, സംസ്ഥാന തലം ഫൈനൽ നവംബർ 23. ഓണത്തിന് പൂവ്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരെന്താണ്? നിറപ്പൊലിമ 2024, ഓണക്കനി 2024. ദേശീയ കൈത്തറി ദിനമെന്ന്? ആഗസ്റ്റ് 7. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചതാർക്ക്? ജെനി എർപ്പൻ ബെങ്കിനം, ജർമ്മൻ എഴുത്തുകാരിയാണ്. ജെനി എർപ്പൻ ബെങ്കിനത്തിന് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏത്? കൈറോസ്. 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? ഗുൽസാർ, ഉറുദു കവിയായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യ. 2024 പെൻപിന്റർ സമ്മാനം ലഭിച്ചതാർക്ക്? അരുന്ധതി റോയ്. 2024 ജൂലൈ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുസ്കാൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആശുപത്രി ഏത്? മാനന്തവാടി ജില്ലാ ആശുപത്രി, വയനാട്. ദേശീയ അംഗീകാരമാണ് മുസ്കാൻ സർട്ടിഫിക്കറ്റ്, അത് പ്രത്യേകം ഓർത്തുവെക്കണേ. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം ഏത്? വികസിത ഭാരതം. 2024 പാരീസ് ഒളിമ്പിക്സിന് ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാകുന്ന നദി ഏത്? സെയിൻ നദി. പ്ലൂട്ടോയെ സംസ്ഥാന ഗൃഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം? അരിസോണ. പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക് ഇനങ്ങളുടെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് ലോക അത്ലറ്റിക് സംഘടന പ്രഖ്യാപിച്ച സമ്മാനത്തുക എത്ര? $50,000. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജേതാക്കൾക്ക് സമ്മാനത്തുക ലഭിക്കുന്നത്. 2024 ലോക പുസ്തക തലസ്ഥാനം? സ്ട്രാസ്ബർഗ്. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കുന്ന മലയാളി താരം? ആശ ശോഭന. നൊബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെന്റ് പ്രൈസിന് 2024 അർഹനായ ഇന്ത്യക്കാരൻ? അലോക് ശുക്ല. ബഷീർ ദിനമായി ആചരിക്കുന്നതെന്ന്? ജൂലൈ 5. ബഷീറിന്റെ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിക്കുന്നത് എവിടെ? ബേപ്പൂർ, കോഴിക്കോട്. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? പെരുമ്പടവം ശ്രീധരൻ. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതെന്നാണ്? 2009 ജനുവരി 1. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആര്? കുമാരനാശാൻ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകം വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി? പുസ്തകത്തോണി. ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏത്? ഗംഗ. പെഡോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മണ്ണിനെക്കുറിച്ച്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മറ്റൊരു സ്വതന്ത്ര സമര സേനാനിയുടെ ജന്മദിനമാണ്. ആരാണ് ആ സേനാനി? ലാൽ ബഹദൂർ ശാസ്ത്രി. ഏറ്റവും കൂടുതൽ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആര്? ഗാന്ധിജി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ അംബേദ്കർ ആണല്ലോ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച പേടകം ഏത്? ആദിത്യ L1. മക്കളെ, അക്ഷരമുറ്റത്തിന് വേണ്ടി ഇതിനു മുമ്പ് നൽകിയ ചോദ്യങ്ങളൊക്കെ എല്ലാവരും പോയി കാണണേ. നമ്മുടെ ചാനലിൽ 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട്.
കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ ജനറൽ നോളേജും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലഭിക്കുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.